الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. ഇതുപോലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പ കുടുംബങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ മുസ്തഫാക്ക ഉംറക്ക് പോയിട്ട് വന്നത് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഞങ്ങൾക്കും പരിശുദ്ധമായ ഹറമിലെത്താനും ഉംറ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞിട്ട് എവിടെയും എത്തുപാട്ടും പോലെ ഇല്ല. അത് ലോകത്ത് ഒരാൾക്കും കഴിഞ്ഞിട്ടും ഇല്ല. നാളെ ചെറിയൊരു മാറ്ററാക്കിയിട്ട് 12 ഇത്ര വിഷയം തീർക്കോണം വെച്ചിട്ടിന്ന് അതേ ഇപ്പം ഇത്രമാ വിട്ടുവിട്ടിട്ടും അത് ഉദ്ദേശിച്ചത് പൂർത്തിയാൻ പോലെ ഇല്ല. അള്ളാഹു ഞങ്ങൾ ചൊന്നതും കേട്ടതുമെല്ലാം അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസം കിട്ടുള്ള സ്വർഗത്തെത്തുപാട്ടുള്ള ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ ചൊന്നു വെച്ച വിഷയം തൗറാത്ത് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നൽകിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആലാന്റെ ഗ്രന്ഥം നൽകി. അള്ളാഹുവിൻ്റെ കിതാബ് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് നൽകി. ആ ഗ്രന്ഥം നോക്കിയിട്ട്, ആ പവിത്രമായ അള്ളാഹുവിൻ്റെ ആ കിതാബ് നോക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നബിമാർക്ക് അള്ളാഹു നൽകുമല്ലോ. ആ തൗറാത്ത് അത് കിട്ടിയപ്പോൾ അള്ളാഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവേ, എന്നെ നീ ബഹുമാനിച്ചു. ഇതുപോലത്തെ ഒരു ബഹുമാനം മുമ്പ് നീ ആരെയും ബഹുമാനിച്ചിട്ടില്ലല്ലോ. ഇത്രയും വലിയ ബഹുമാനമാണ് നിന്നോട് പളക്ക പറയോഗും. നിന്റെ പവിത്രമായ ഗ്രന്ഥം എനിക്ക് നീ തന്നെന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. ഇതുപോലത്തെ ഒരു ബഹുമാനം നീ മുന്നുള്ള ആർക്കും കൊടുത്തിട്ടില്ലല്ലേ ചൊന്നിട്ടു മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കേട്ടു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വഹി അറിയിച്ചു കൊടുക്കുന്നു. ഇല്ലാഹി ലഖദ് അക്രംതനി ബികറാമത്തിൻ ലം തുക്രിം ബിഹാ അഹദൻ ഖബ്ലി. അല്ലാഹുവേ, എനിക്ക് നീ വലിയ ബഹുമാനം തന്നിട്ട് എന്നെ നീ ബഹുമാനിച്ചു, ആദരിച്ചു. ലം തുക്രിം ബിഹാ അഹദൻ ഖബ്ലി, ഇതുപോലെയുള്ള ഒരു ആദരവ്, ഒരു ബഹുമാനം നീ ആർക്കും കൊടുത്തിട്ടില്ലല്ലേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. യാ മൂസാ അതദ്രി ലിമാ ഫഅൽതു. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല ചോദിക്കുന്നു, യാ മൂസ, ഓ മൂസാ നബി അലൈഹിസ്സലാമേ, അതദ്രി ലിമാ ഫഅൽതു, നിനക്കറിയുമോ, നിങ്ങൾക്ക് അറിയുമോ ഇത്രയും വലിയ ബഹുമാനം, ഇത്രയും വലിയ ആദരവ് നിങ്ങൾക്ക് തരാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കറിയുമോ? ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ അദ്രി, ഇല്ല, എനിക്കറിയില്ല. അപ്പൊ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് പറയുന്നത്, മൂസാ നബിയെ, എൻ്റെ പടപ്പുകളെ, എൻ്റെ സൃഷ്ടികളെ ഞാൻ പരിശോധിച്ചു നോക്കി. ഓരോ അടിമന്റെ ഹൃദയം എടുത്തിട്ട് ഓരോ മനുഷ്യന്റെ ഹൃദയം, ഖൽബ് ഞാൻ എന്താക്കി പരിശോധിച്ചു നോക്കി. ഫലം അറ ഖൽബൻ അശദ്ദ തവാളുഅൻ ലീ മിൻ ഖൽബിക ഫലിദാലിക ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാത്തി വബികലാമി. എൻ്റെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ പലരുടെയും ഹൃദയം ഞാൻ പരിശോധിച്ചപ്പോൾ
നിങ്ങളെപ്പോലെയുള്ളൊരു വിനയത്തിൻ്റെ, ഒരു തവാളുവിൻ്റെ, വിനയമെന്തയില്ലേ, ആ ഒരു വിനയത്തിൻ്റെ ഹൃദയം മറ്റാരും കണ്ടില്ല. ആ ഒരു താഴ്മയുടെ, ഒരു തവാളുവിൻ്റെ ഹൃദയം നിങ്ങളെ ഭാഗത്താണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ നണ്ടൊട്ടിಗೆ പളക്ക പറയുകയും അതേപോലെ എൻ്റെ കിതാബ് കൊണ്ടിട്ട് ഞാൻ നിങ്ങളെ ആദരിച്ചു. ഫലം അറ ഖൽബൻ അശദ്ദ തവാളുഅൻ ലീ മിൻ ഖൽബിക, നിങ്ങളെ കൽബിനെക്കാട്ടും ഏറ്റവും തവാളുള്ള ഒരു കൽബ് ഞാൻ വേറെ കണ്ടില്ല. അതുകൊണ്ട് ഫലിദാലിക ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാത്തി, മറ്റുള്ള ആളെക്കാളും എൻ്റെ റിസാലത്ത് കൊണ്ട് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു. അതായത് എൻ്റെ കിതാബ് നിങ്ങൾക്ക് തന്നുകൊണ്ട് തരാൻ വേണ്ടി നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു. ഒബി കലാമി, നണ്ടൊട്ട പളക്ക പറയുള്ള ചാൻസും നിങ്ങൾക്ക് ഞാൻ തന്ന. എന്നിട്ട് പറയുന്നു, യാ മൂസ ഫഖുദ് മാ ആതീതുക ബിജിദ്ദിൻ വമുവാലബത്തിൻ, നല്ല ഇത് ആദരവോടു കൂടി, നല്ല വിശ്വാസത്തോടു കൂടി ആ കിതാബിന് നീ കെട്ടിപ്പിടിച്ചോളൂ. ആ കിതാബിൻ്റെ ഇത് വിഷയങ്ങൾ നീ എന്താക്കുന്ന ജീവിതത്തിൽ കൊണ്ടുവരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ പറയുന്നെങ്കിൽ അതാർക്കാണ് ഉപദേശം? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതക്കാണ്, മൂസാ നബി ഇസ്ലാം കൗമിനിക്കാണ്. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാം ആ കിതാബുമായിട്ടുള്ള ആശയത്തിൽ ഉൾക്കൊള്ളുന്ന സംശയമില്ലല്ലോ. എന്നിട്ട് പറയുന്നു, നീ നല്ല നിലക്ക് ആ ഗ്രന്ഥത്തെ ബഹുമാനിക്കുകയും ആ ഗ്രന്ഥത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുകയും വേണം. എന്നിട്ട് പറയുന്നു, ഒക്കുൻ മിന ഷാക്കിരീൻ, നീ നന്ദി ഉള്ള ആളുമാരെ കൂട്ടത്തിൽ പെടണോ. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ അല്ലാഹു പറയുന്നു, ഒക്കുൻ, നിങ്ങൾ ആവണം, മിന ഷാക്കിരീൻ, എനിക്ക് ശുക്ർ ചെയ്യുന്ന, എനിക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങളാവണോ. ആ ഷാക്കിരിനക്ക് അവിടെ പറയുന്നു, ഐ മുസ് അല തൗഹീദി വഅലാ ഹുബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമയിൽ ജീവിച്ച് നീ മരിച്ചു പോകണം. മാത്രമല്ല വഅലാ ഹുബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ ഞാൻ ആദരിച്ച ഒരാളുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പിരിസം വെച്ചിട്ട്, മഹബത്ത് വെച്ചിട്ട് ജീവിച്ച് നീ മരിച്ചു പോകണോ. മൂസാ നബി അലൈഹി ഇസ്ലാം ഹബീബായ മുത്തുനബിനെ കണ്ടിട്ടില്ല. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്, വമൻ മുഹമ്മദുൻ യാ റബ്ബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അല്ലാഹ് മുഹമ്മദ് നബി? നീ പറഞ്ഞ ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ പിരിസം വെച്ചിട്ട് ജീവിച്ച് മരിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ, ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആരാണ്? നോക്കൂ, ഹബീബായ മുത്തുനബിൻ്റെ മഹത്വം ഞങ്ങൾ മാത്രമല്ല, എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വേണ്ട ബാപ്പയാകുന്ന ആദം നബി അലൈഹി ഇസ്ലാമിനോട് വേണ്ട അതിനേക്കാളും എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുത്തുനബിൻ്റെ മഹത്വം ദുനിയാവിലും ആകാശത്തിലും എല്ലാ സ്ഥലത്തും അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ആരാണ് മുഹമ്മദ് നബി? അപ്പോഴാണ് റബ്ബാകുന്ന അല്ലാഹു പറയുന്നത്, മുഹമ്മദുൻ റസൂലി വഹബീബി വഖൈറതി മിൻ ഖൽഖി. ആരാണ് മുഹമ്മദ് നബി? റസൂലി, എൻ്റെ റസൂലാണ്. അല്ലാഹു തആല പറയുന്നു, എൻ്റെ റസൂലാണ്, എൻ്റെ ദൂതനാണ്. വഹബീബി, എൻ്റെ ഹബീബാണ്. വഖൈറതി മിൻ ഖൽഖി, എൻ്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഞാൻ തെരഞ്ഞെടുത്ത ഒരാളാണ്. ഈ ഇത്ര പറയുമ്പോൾ ചെമ്മ വേറെ ചൊല്ലുകൊണ്ട് വ്യത്യാസം ഒന്നിന് മാത്രപ്പാക്കുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ റസൂലാണ്, എൻ്റെ ഹബീബാണ്, പടപ്പുകളെ കൂട്ടത്തിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പിന്നെയും ചോദ്യം, അല്ല അല്ലാ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവേ, നീ ഹബീബായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തി അതാവാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീയല്ലേ പറഞ്ഞത് എല്ലാ സൃഷ്ടികളെക്കാളും തെരഞ്ഞെടുത്ത ആളാണ്? എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ,
എനിക്കും എൻ്റെ ഉമ്മത്തികൾക്കും നീ എത്രയാ മഹത്വം തന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലാ, ദുനിയാവിൽ എൻ്റെ സമുദായത്തെക്കാളും എൻ്റെ ഉമ്മത്തികളെക്കാളും മഹത്വമുള്ള ഉമ്മത്തികൾ സമുദായം വേറെയുണ്ടോ? എൻ്റെ ഉമ്മത്തിൻ്റെ മഹത്വം എന്താണ്? മേഘം നീ മേഘത്തെ കൊണ്ടുവന്നിട്ട് ആ ചൂടുള്ള സമയത്ത് എൻ്റെ ഉമ്മത്തികൾക്ക് മേഘം കൊണ്ടുവന്നിട്ട് നീ തണലാക്കി തന്നു. മേഘം മുഖേന ആ ചൂടുള്ള സമയത്ത് എൻ്റെ സമുദായത്തിലേക്ക് തണലാക്കി തന്നു. മാത്രമല്ല, മഞ്ഞ് എന്ന തേനേക്കാളും മധുരമുള്ള മഞ്ഞ് എന്ന സാധനം ആകാശ ലോകത്ത് നിന്നു. അതേപോലെ സൽവ എന്ന ഒരു കാടപക്ഷി, പക്ഷിയൊന്നായില്ലേ ചെറിയത്, അത് ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് ആകാശ ലോകത്തിൽ തന്നാക്കി ഇറക്കി തന്നു. ഇതിനേക്കാളും വലിയ മഹത്വമുള്ള ഉമ്മത്തികൾ സമുദായം വേറെയുണ്ടോ? അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. സൂറത്ത് ബഖറയിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് അതായത് ഇത് മേഘം കൊണ്ട് ഞങ്ങൾ തണലിട്ട് കൊടുത്തു. അതേപോലെ തേനേക്കാളും മധുരമുള്ള വെളുത്ത ദ്രാവകം പോലെയുള്ള സാധനം അവർക്ക് കുടിക്കാൻ, അവർക്ക് തിന്നാൻ, അതേപോലെ സൽവ എന്ന കാടപ്പക്ഷി പോലെയുള്ള ഒരു പക്ഷി അവർക്ക് ഭക്ഷണമായിട്ട് ആകാശ ലോകത്ത് ഇറക്കി കൊടുത്തു. ഇതിനെ സംബന്ധിച്ചിട്ടാണ് മൂസാ നബി ചോദിക്കുന്നത്, ഇത്രയും വലിയ മഹത്വം ഞങ്ങൾക്ക് നീ തന്നിട്ടുണ്ട്, ഇതിനേക്കാളും മഹത്വമുള്ള വേറെ നബിയുണ്ടോ? വേറെ നബിയുടെ സമുദായമുണ്ടോ? അപ്പോഴാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, ഇന്ന ഫളല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സായിരിൽ അംബിയാഇ കഫളിൽ അംബിയാഇ അൽ ഉമമി കുല്ലിഹിം. എല്ലാ സമുദായത്തിനേക്കാളും എല്ലാ പടപ്പുകളെക്കാളും മേലെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമീൻ. ഹബീബായ മുത്തുനബി പറഞ്ഞത് തന്നെയാണ് ബൂസുരിമാൻ പറഞ്ഞത്, എല്ലാ നബിമാരെക്കാളും എല്ലാ നബിമാരും മേലെയായ സ്ഥാനത്താണ്. മറ്റുള്ള പടപ്പുകൾ നോക്കിയാൽ, അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള സൃഷ്ടികൾ നോക്കിയാൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്നത് നബിമാരാണ്. ആ നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്നത് അത് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് മൂസാ നബിക്ക് പറയുന്നു, എല്ലാ അമ്പിയാക്കളെക്കാളും മേലെ നിൽക്കുന്നത് ഹബീബായ മുഹമ്മദ് നബിയല്ലേ, എങ്കിൽ എല്ലാ സമുദായത്തിനേക്കാളും ഉത്തമ സമുദായം അത് ഹബീബായ മുത്തുനബിൻ്റെ സമുദായമാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം മൂസാ നബിക്കൊരു ആശ, എനിക്ക് ആ സമുദായത്തെ ഒന്ന് കാണണോ, ആ ഹബീബായ മുത്തുനബിന്റെ ആ ഉമ്മത്തികളൊന്ന് കാണണോ. അവിടുന്ന് ചോദിക്കും, യാ റബ്ബി ലൈതനി അറാഹും, എനിക്ക് ആ ഉമ്മത്തിലൊന്ന് കാണാൻ ആശയുണ്ട് അല്ലാ. അപ്പോ ഹബീബ് മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നു, കഴിയില്ല, ഇപ്പൊ കാണാൻ കഴിയില്ല. എങ്കിലും ചോദിക്കുന്നു, അപ്പൊ തുഹിബ്ബു അൻ തസ്മഅ കലാമഹും വഅസ്വാതഹും, ആ മുഹമ്മദ് നബിന്റെ ഉമ്മത്തികൾക്കുള്ള സൗണ്ട്, അവരുടെ ശബ്ദം, അവർ പളക്ക പറയുന്ന ആ സംസാരം എനിക്ക് കേൾക്കുക മനസ്സുണ്ടാ? അപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ കേൾക്കുക മനസ്സുണ്ടു. അപ്പോ ഇത് റബ്ബാകുന്ന അള്ളാഹു ഉമ്മത്തികളാകുന്ന ഞങ്ങളെ വിളിക്കുന്നു, യാ ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിന്റെ സമുദായമേ. അപ്പോൾ എല്ലാവരും
അതായത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ എവിടെ ഉണ്ട്? ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ളവരുണ്ട്, അതേപോലെ ബാപ്പയുടെ ഗർഭാശയത്തിലുള്ള ഉണ്ട്. അപ്പോഴാണ് ബാപ്പയുടെയും ഉമ്മയുടെയും മുതുവിലുമുള്ള ആളുമാർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ആ ജവാബാണ് അന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ വിളിച്ചപ്പോൾ ഉമ്മത്തികളാകുന്ന ഞങ്ങൾ പറഞ്ഞത്. ആ സൗണ്ട് എന്തായി? മൂസാ നബി അലൈഹി ഇസ്ലാം കേട്ടു. അള്ളാഹ് പറഞ്ഞു, ഇത് മുഹമ്മദ് നബിന്റെ ഉമ്മത്തികൾക്കുള്ള സൗണ്ടാണ്. ഈ തൽബിയത്താണ് പിന്നീട് ഹാജിമാർക്കും ഉംറക്കാർക്കും സുന്നത്താക്കി കൊടുത്തത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മറുപടി കൊടുത്തു, യാ ഉമ്മത്ത മുഹമ്മദ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് മറുപടി കൊടുത്തു. എന്നിട്ട് ഉമ്മത്തികളാകുന്ന ഞങ്ങളോട് അള്ളാഹു തആല പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. എന്താണ് അള്ളാഹു തആല ഉമ്മത്തികളായി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്? അതാണ് മുഅ്മിനീങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം. എത്ര വലിയ തെറ്റുകാരാണെങ്കിലും ഞങ്ങൾ രക്ഷപ്പെട്ടു പോകും. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഖൽബിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞിട്ട് പിന്നീട് നേരെ നമുക്ക് എന്താക്കാം? അബ്ദുൽ മുത്തലിബിലേക്ക്, അതായത് റസൂലുള്ളാഹിന്റെ ആ പ്രകാശം അബ്ദുൽ മുത്തലിബ് നിന്നിട്ട് അബ്ദുല്ലാക്ക് നീങ്ങി, അബ്ദുള്ള നിന്നിട്ട് ഹബീബായ മുത്തുനബിലേക്ക് നീങ്ങി. ആ ഇൻഷാ അല്ലാഹ് അത് 12 നമുക്ക് എന്താക്കാം? തീർക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.